ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് തിരുപ്പൂരിൽ ഋതന്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലെല്ലാം കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ന്യൂസുകൾ വരാറുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയും വീട്ടിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കുറേയധികം ബുദ്ധിമുട്ടുകൾ, അത് കാരണം അവരവരെ ജീവൻ തന്നെ എടുക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ ന്യൂസുകൾ ഇപ്പം നമുക്ക് മുമ്പിൽ ഈ കേരളത്തിലുണ്ട്. അതുപോലൊരു സംഭവമാണ് തമിഴ്നാട് തിരുപ്പൂരിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ഋതന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്കും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ എന്താണ് പെൺകുട്ടിക്ക് സംഭവിച്ചത്, എന്തുമാത്രം ക്രൂരതകളാണ് ആ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഋതന്യ എന്ന് പറഞ്ഞ 27 വയസ്സുള്ള പെൺകുട്ടിക്ക് കല്യാണ ആലോചനകളൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പയ്യനെ കിട്ടുന്നത്. വളരെ സെറ്റിലായിട്ടുള്ള, ഭയങ്കര ആഡംബരമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഭയങ്കര പൊളിറ്റിക്കലി എല്ലാം സപ്പോർട്ടൊക്കെ ഉള്ളൊരു കുടുംബം കൂടിയാണ്. അപ്പോൾ ഈ ഒരു അച്ഛനും അമ്മയും വിചാരിക്കുന്നുണ്ട് തങ്ങളുടെ മോള് ഇവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതം നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു ബന്ധത്തിലേക്ക് കടക്കുകയാണ്. വളരെ ആഡംബരമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു കല്യാണം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കല്യാണത്തിൻ്റെ മൊത്തം ചിലവെന്ന് പറയുന്നത്, ആ ഒരു കല്യാണത്തിൻ്റെ ചിലവെന്ന് പറയുന്നത് തന്നെ 2 കോടിയോളമാണ് ചിലവാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് കൊടുത്തുവിട്ട സ്വർണം, അതിൻ്റെ വില തന്നെ ഒരു 1 കോടിയോളം വരും. പിന്നെ ഒരു 70-80 ലക്ഷം വിലയുള്ള ഒരു വോൾവോ കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ആഡംബരമായിട്ടുള്ള രീതിയിലാണ് ഋതന്യയുടെ കല്യാണം വീട്ടുകാർ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി തൻ്റെ മോള് ആ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം സന്തോഷത്തോടെ ജീവിക്കും. കാരണം നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന, നല്ല സാമ്പത്തികമായിട്ടൊക്കെ മുമ്പോട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മോള് നല്ല രീതിയിൽ ജീവിക്കുമെന്ന് വിചാരിച്ച കുടുംബത്തിൻ്റെ തെറ്റ് പറ്റി. അവിടെ ചെന്ന് 1 മാസത്തിനുള്ളിൽ ആ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു കുടുംബക്കാർ ഒരു പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്തത്. ഫസ്റ്റ് 1 മാസത്തിൽ തന്നെ ആ ഒരു കുട്ടിയെടുത്ത് വീട്ടുകാർ, ഈ ഒരു പയ്യൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങളുടെ പയ്യൻ എന്തുമാത്രം മാർക്കറ്റാണ് ഈ ഒരു കല്യാണത്തിനുണ്ടായിരുന്നത്, പക്ഷെ നിന്നെയാണ് കല്യാണം കഴിച്ചത്. എത്രയോ പേര് കുറേയധികം സ്വത്ത് മകൻ്റെ പേരിൽ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. കുറേയധികം ബിസിനസ്മാൻ്റെ മക്കളൊക്കെ ഇതേ കണക്ക് എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങൾ സെലക്ട് ചെയ്ത് നിന്നെയാണ്. അപ്പോൾ അതിനുള്ള പൈസ നിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നേ പറ്റൂ, നീ ഇപ്പം തന്നേക്കുന്നതൊക്കെ വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് നേരെ ഈ ഒരു ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണിച്ച ക്രൂരതകൾ ഓരോന്നായിട്ട് പറയാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ. ഫസ്റ്റായിട്ട് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് കുറേയധികം മാനസിക ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിട്ടുണ്ട്. അതിൽ മെയിൻ ഈ ഒരു സ്വത്തോ ഒന്നും വേറെ എക്സ്ട്രാ കൊടുക്കാത്തതുകൊണ്ട് നീ ഇവിടെ ഇരിക്കാനേ പാടില്ല, രാത്രിയെ കടക്കാൻ പാടുള്ളൂ, അത് ഒഴികെ നീ എപ്പോഴും നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു അച്ഛനും അമ്മയും ഈ ഒരു പെൺകുട്ടി അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നീ അടുത്തെങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊന്നും എടുക്കേണ്ട, നടന്ന് തന്നെ പോയാൽ മതി എന്നുള്ള രീതിയിൽ ഈ ഒരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെടുത്ത് പറയുകയാണ്. അതെല്ലാം സഹിച്ച് കുറച്ച് നാൾ കഴിഞ്ഞെങ്കിലും ഈ ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ നേരെ സ്വന്തം വീട്ടിലേക്ക് തന്നെ ഒരു പെൺകുട്ടി തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നോർമലായിട്ട് എല്ലാ വലിയ അച്ഛനും അമ്മമാരും എന്ത് ചെയ്യും, ഇനി നിൻ്റെ വീട് അവിടെ, നീ ഇതൊക്കെ ഒന്ന് സഹിച്ച് നിൽക്കുക, ഇതൊക്കെ നോർമലാണ്, എല്ലാ കുടുംബജീവിതത്തിലും ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിയെ തിരിച്ച് ഈ ഒരു ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ താമസിക്കാൻ പറഞ്ഞു വിടുകയാണ് ഈ ഒരു വീട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് ഈ ഒരു പെൺകുട്ടി വീട്ടിൽ ചെന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമില്ല. പിന്നെ ഇത് തന്നെ ക്രൂരമായിട്ട് ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു വീട്ടുകാർ സംസാരിക്കുക, അതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പെൺകുട്ടി വെറും ഒരു ശരീരമായിട്ട് മാത്രം കാണുക, ഒരു വ്യക്തി എന്ന രീതിയിൽ പോലും പരിഗണിക്കാതെ അങ്ങനത്തുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പെൺകുട്ടിയോട് ആ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ ഒരു പെൺകുട്ടി സഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നിട്ട് പോലും കാര്യമില്ല, ആരെടുത്ത് പറയാൻ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വീട്ടുകാർ പറയും നീ ഇനി അതൊക്കെ സഹിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ വീട്ടുകാർ പറയുന്നുണ്ട്. ഇവിടെ വന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പണത്തിൻ്റെയും സ്വത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് അവസാനം ഒട്ടും സഹിക്കാൻ വയ്യാതെ ഈ ഒരു പെൺകുട്ടി ആ ഒരു
കാര്യം ചെയ്യുകയാണ്. അവസാനം ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടി കാറും എടുത്തുകൊണ്ട് ഒരു അമ്പലത്തിൻ്റെ അടുത്ത് പോയി കാറ് പാർക്ക് ചെയ്തതിന് ശേഷം തൻ്റെ അച്ഛന് ഒരു 5 വോയിസ് മെസ്സേജുകളാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മെസ്സേജുകളിൽ പറയുന്ന ഒരു കാര്യം, എന്നെ കുറേയധികം ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അച്ഛാ, ഞാൻ തിരിച്ചു വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ഭാരമാവും, അതെനിക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇനിയൊരു കല്യാണം കഴിക്കാൻ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ആ ഒരു 5 വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പെസ്റ്റിസൈഡ്സ് അടിച്ച് ആ ഒരു പെൺകുട്ടി മരണപ്പെടുകയായിരുന്നു, ആത്മഹത്യ ചെയ്യുമായിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് പോലീസിന് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതും പോലീസ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത്, എന്താണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് കിട്ടുന്നതും അവർ ഈ ഒരു പോലീസിനെ ഇത് കാണിക്കുന്നതും അപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് ഈ ഒരു പെൺകുട്ടി ഇതുപോലത്തുള്ള കടുംകൈ കാണിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. പോലീസ് ഈ ഒരു ഭർത്താവിനെയും വീട്ടുകാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം എനിക്ക് അറിഞ്ഞ സമയത്ത് ഫസ്റ്റ് എനിക്ക് ദേഷ്യം തോന്നിയത് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയോടാണ്. ഈ ഒരു പെൺകുട്ടി എന്തുമാത്രം അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം അച്ഛനും അമ്മയ്ക്ക് അറിയാമായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഈ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഇനി ഞാൻ തിരിച്ചു വന്നാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും, അതെനിക്ക് പറ്റില്ല, അതുപോലെ തന്നെ നാട്ടുകാരെന്ത് പറയും, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു വീട്ടുകാർ ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പെൺകുട്ടി എപ്പോഴും ജീവനോടെ കാണുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അമ്മായച്ഛനും അമ്മായിയമ്മയൊക്കെ ഈ ഒരു പെൺകുട്ടിയോട് കാണിച്ച ഒരു സ്വത്തിൻ്റെ പേരിലെല്ലാം കാണിച്ച് കൂട്ടിയത്, ഇവർക്കൊക്കെ ആവശ്യത്തിനുള്ള കാശുണ്ട്, ഇനി എന്താണ് എത്ര കാശ് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം, എന്തായാലും നിങ്ങൾ ജീവിക്കുന്ന കാലം വരെ ഉപയോഗിക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യും, ഇങ്ങനത്തുള്ള രീതിയിൽ സ്വത്തിനും പണത്തിനുമൊക്കെ വേണ്ടിയിട്ട് കയറി വന്ന മരുമകളെ തന്നെ ഇതുപോലത്തുള്ള ഉപദ്രവിക്കുന്ന കുറേയധികം സംഭവങ്ങൾ. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ന്യൂസുകൾ വരുന്നത്. എത്രയോ പെൺകുട്ടികൾ ഇത് കാരണം ഇത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് അത് ആണിൻ്റെ വീട്ടിൽ അവകാശമാണ്, ചോദിക്കാൻ അവകാശമാണ്, അത് കൊടുക്കാൻ സ്ത്രീകളുടെ വീട്ടുകാർ റെഡി ആവണം എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേയധികം പേരുണ്ട്. ഈ ഒരു സംഭവം കേട്ട സമയത്ത് എനിക്ക് കേരളത്തിൽ നടന്ന ഈയിടയ്ക്കൊക്കെ ഈ വർഷത്തൊക്കെ നടന്ന എത്രയോ കാര്യങ്ങളാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ എത്ര ഓരോ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ എത്രയോ കേസുകളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, അതിൽ എത്ര പെൺകുട്ടികൾ ഇങ്ങനത്തുള്ള ക്രൂരത അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നിർത്തണം. നിങ്ങൾക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പൈസ ഉണ്ടാക്കും, അല്ലാതെ ഒരു പെൺകുട്ടി വരുന്നു അവരെ വീട്ടിനെ എങ്ങനെ ഊറ്റാമെന്നുള്ളതല്ല ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക, അല്ല സ്ത്രീധനമൊക്കെ ആഗ്രഹിച്ച് കല്യാണം കഴിക്കുവാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. അല്ലാതെ ഇതുപോലത്തുള്ള രീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊക്കെ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ്.